എന്നും രാവിലെ 5 മണിക്ക് പോകുന്ന ആളാണ്. ഇപ്പം മഴ തുടങ്ങിയതിന് ശേഷം ഇപ്പം താമസിച്ചാണ് പോകുന്നത്. ആൾ കിടന്ന് നല്ല ഉറക്കമാണ്. ഇപ്പം നേരത്തെ നമ്മളെ ആയിരുന്നു വിളിച്ചുണർത്തുന്നത്. ഇപ്പം നമ്മൾ ഉണർത്തേണ്ട ഇതാണ്. പിന്നെ കൈയോടെ രാവിലെ ചായയൊക്കെ ഇട്ട് കൊടുത്ത് ആളെ പറഞ്ഞിട്ട് പോകുന്നേരം ഭയങ്കര മഴയായിരുന്നു. അങ്ങനെ അണ്ണം പോയി കഴിഞ്ഞ് പിന്നെ ഞാൻ അടുക്കളയിൽ കയറുന്നതിന് മുന്നേ ആദ്യം ഇതൊന്ന് കത്തിച്ചേക്കും ഭയങ്കര ഒരു പോസിറ്റീവ് ഇതാണ്, നല്ല മണമാണ്. അങ്ങനെ കൈയോടെ കയറിയിട്ട് ആദ്യം തന്നെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ അവർ ഉറക്കം എണീച്ച് വന്ന് ചോറ് ഇതാക്കിയപ്പോഴത്തേന് ചോറ് വന്ന് അടുത്തിരുന്ന് പറയും എനിക്ക് ഇത്രയും വെച്ചാൽ മതി, ഇതൊന്നും വെക്കണ്ട എന്നൊക്കെ അടുത്തിരുന്ന് പറയുവാണ്. ഞാൻ കറിയാണ് ഇന്ന് ചോറിനകത്ത് ഒഴിച്ച് കൊടുത്തിട്ടത്. അങ്ങനെ തോരനൊക്കെ വെച്ച്, തോരനൊന്നും ആൾക്കാർക്ക് ഇഷ്ടമല്ല. ഈ തോരൻ പ്രത്യേകിച്ച് കഴിക്കത്തില്ല. പിന്നെ ഞാനൊരു ഭംഗിക്ക് ടീച്ചർമാർ തുറക്കുമ്പോൾ അതിനകത്ത് വല്ലതും കാണണ്ടേ, അങ്ങനെ ഭംഗിക്ക് വേണ്ടി ഒരെണ്ണം വെക്കും. പണ്ട് ഞാനും ഇതൊന്നും കഴിക്കത്തില്ലായിരുന്നു. ഇപ്പോഴാണ് ഇതൊക്കെ കഴിച്ചു തുടങ്ങിയത്. ഇങ്ങനെ കൊടുത്താണല്ലോ കഴിക്കുന്നത്. പിന്നെ ഒരാൾക്ക് ഇന്ന് കാപ്പി മതി എന്ന് പറഞ്ഞുകൊണ്ട് ദോശയാണ് കൊടുത്തുവിട്ടത്. അയാൾ പിന്നെ കാപ്പിയാണ് കൊണ്ടുപോകാൻ ഏറ്റവും ഇഷ്ടം. പിന്നെ വന്ന് ഞാൻ ചോറ് കഴിക്കണമെന്ന് പറഞ്ഞിട്ടാണ് വിട്ടത്. പിന്നെ പാലെ കൊടുത്ത് അപ്പമൊക്കെ ഇതിൻ്റെ ഇടയിലൊക്കെ വാരി കൊടുത്താലേ ഇവർ തിന്നത്തുള്ളൂ. തന്നെ രാവിലെ തിന്നാൻ ഭയങ്കര പാടാണ്. പിന്നെ ഇന്ന് സ്പോർട്സ് യൂണിഫോം ആയതുകൊണ്ട് പോളിറ്റയിലായിരുന്നു ഹാദിക്ക് കെട്ടേണ്ടത്. ഹാദിക്ക് എത്ര കെട്ടിയാലും അത് ശരിയാവത്തില്ല. ഹാദിക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. പിന്നെ ഈ സമയമില്ലാത്ത സമയത്ത് ഞാൻ ഇതെല്ലാം ശരിയാക്കി ഇതിൻ്റെ ഇടയിൽ ചെയ്യണം. ഫുഡും എല്ലാം ഇതിൻ്റെ ഇടയിലാണ് ചെയ്യുന്നത്. പിന്നെ എല്ലാവരെയും സെറ്റാക്കി പോകാൻ വേണ്ടി ഇറങ്ങി. പിന്നെ മൂത്ത രണ്ടുപേരും കിറ്റ് എടുത്തുകൊണ്ട് വണ്ടി വയ്ക്കത്തില്ല. ഇളയാളെ അതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യത്തുള്ളൂ. പിന്നെ ഹാദി പോകാൻ നേരം നിങ്ങൾ എല്ലാവരോടും യാത്ര പറയുകയാണ്. അങ്ങനെ അവരെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേന് അങ്കൻവാടി പോകാനായിട്ട് ഒരാൾ ഒരുങ്ങി വരുന്നു. പുതിയതായിട്ട് പോവാണ് ആൾ. അങ്ങനെ അയാൾ എനിക്ക് ഹായ് ഒക്കെ തന്നിട്ട് ടാറ്റ ബൈ ബൈ ഒക്കെ പറയുകയാണ്. കരയാതൊക്കെയാണ് പോയിരിക്കുന്നത്. അങ്ങനെ അയാൾ പോയായിരുന്നു. എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.